മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് സ്ത്രീയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് പണവും ഫോണും കവർന്നു. തൃശൂർ സ്വദേശി അമ്മിണിയെയാണ് ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത്. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി. വിവരങ്ങളുമായി അബിന പീച്ചിറക്കൽ ഉണ്ട്. അബിന, ഈ ഒരു ട്രെയിനിൽ നിന്നാണ് സ്ത്രീയെ തള്ളിയിട്ടിരിക്കുന്നത്. ഫോണും പണവും കവരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സമ്പർക്രാന്തി എക്സ്പ്രസ്സിലായിരുന്നു ഈ ഒരു സംഭവം. S1 യാത്രക്കാരിയോടാണ് ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അമ്മിണിയുടെ സഹോദരൻ ശുചിമുറിയിലേക്ക് പോയ സമയത്ത് അമ്മിണി പുറത്ത് നിൽക്കുകയായിരുന്നു. ട്രെയിനിന്റെ വാതിലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് മറ്റൊരാളെ 35-45 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷനാണ് എന്നുള്ളതാണ് അമ്മിണി നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തി, ഈ പ്രതി എന്ന് പറയുന്ന ഒരാൾ, ഇയാൾ അമ്മിണിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ഇത് എതിർക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേരും, അമ്മിണിയും ഈ പ്രതിയും, ഇരുവരും പുറത്തേക്ക് തെറിച്ചു വീഴുകയും മറ്റു ട്രാക്കിലേക്ക് തെറിച്ചു വീഴുകയും ഈ തെറിച്ചു വീഴുന്ന സമയത്ത് അമ്മിണിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറെ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ട്രാക്കിനോട് ചേർന്ന മറ്റൊരു ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ തലനാരിടയ്ക്കാണ് അമ്മിണി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് കണ്ടുനിന്ന ഈ മറ്റ് യാത്രക്കാരെല്ലാം തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ വീണ സമയത്ത് പ്രതി അമ്മിണിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും മൊബൈൽ ഫോണും, ഈ ബാഗിനകത്ത് 8500 രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പണമടങ്ങുന്ന ബാഗും മൊബൈൽ ഫോണുമാണ് പ്രതി മോഷ്ടിച്ചെടുത്തിട്ടുള്ളത്. തുടർന്ന് അമ്മിണിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിനിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ഇത് കണ്ട് ട്രെയിനിന്റെ ചങ്ങല വലിക്കുകയും ചങ്ങല വലിച്ച ശേഷം ട്രെയിനിലുണ്ടായിരുന്ന ആളുകൾ, സഹോദരനടക്കമുള്ള ആളുകൾ അമ്മിണിയെ എടുത്ത് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയും പിന്നീട് ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പിന്നീട് മറ്റ് സ്കാനിങ്ങും മറ്റ് ചികിത്സകളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം അമ്മിണിയെ ഇവിടെ നിന്നും നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും റെയിൽവേ പോലീസിന് ലഭിച്ചിട്ടില്ല. റെയിൽവേ പോലീസാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഈ കോഴിക്കോട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഈ വീട്ടമ്മയ്ക്ക് നേരെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെയും മറ്റ് പല ഭാഗങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കാനാണ് ഈ റെയിൽവേ പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ പ്രതി എവിടുത്തുകാരനാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും തന്നെ ഒരു വിവരവും ലഭിച്ചില്ല. പക്ഷേ അമ്മിണി നൽകിയിരിക്കുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നത്. ദീപ്തി, തീർച്ചയായും അഭിന, ഇപ്പോൾ ഈ ഒരു തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മിണിയുടെ നിലവിലെ ഒരു നില എങ്ങനെയാണ്? ഗുരുതരമായി തന്നെയാണോ പരിക്കേറ്റിരിക്കുന്നത്? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ അമ്മിണിക്ക് തലയിൽ തുന്നലുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ആദ്യഘട്ടത്തിൽ അമ്മിണി ട്രാക്കിലേക്ക് തെറിച്ചു വീഴുകയും ട്രാക്കിൽ തല പൊട്ടി രക്തം വാർന്നൊലിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് ഉടൻ തന്നെ ഇതിന് വേണ്ടുന്ന ചികിത്സകളെല്ലാം ലഭ്യമാക്കിയതിനാൽ തന്നെയാണ് ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ തലനാരിടയ്ക്ക് മറ്റൊരു ട്രാക്കിലൂടെ അതുവഴി കടന്നുപോയ ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിന്റെ ഇടയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ്. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് മറ്റ് യാത്രക്കാരാണ്. അമ്മിണിക്ക് ആ ഒരു സമയത്ത് ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സഹോദരനും അതോടൊപ്പം തന്നെ ഈ ട്രെയിനിലുണ്ടായിരുന്ന മറ്റു ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ചികിത്സകൾക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് തലയ്ക്ക് തുന്നലിടുകയും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ ചികിത്സകൾ, അതായത് സ്കാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർ ഉൾപ്പെടെ മറ്റ് ആശുപത്രിയിലേക്ക്, അതായത് തൃശ്ശൂരാണ് അമ്മിണിയുടെ സ്വദേശം, തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തൃശ്ശൂരിൽ വെച്ച് മറ്റ് ചികിത്സകളെല്ലാം തന്നെ ഈ തൃശ്ശൂരിൽ വെച്ച് നടത്താനാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ വീട്ടുകാർ, അതായത് അമ്മിണിയുടെ സഹോദരന്റെ ആവശ്യപ്രകാരമാണ് ഇവിടെ നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ അമ്മിണിക്ക് മറ്റ് അസ്വസ്ഥതകളോ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി അഭിന, കോഴിക്കോട്
സ്ത്രീയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് പണവും ഫോണും കവർന്നിരിക്കുകയാണ്. തൃശൂർ സ്വദേശിനി അമ്മിണിയുടെ പണവും ഫോണുമാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കവർന്നിരിക്കുന്നത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അഭിന പി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.